ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സന്തോഷത്തോടെയാണ് ഗൗതമും നന്ദയും കൂടി അവരുടെ ജീവിതം തുടങ്ങിയത്. എന്നാൽ അതിന് കുറച്ച് നേരം ദിവസങ്ങളല്ല കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരുന്നു ആയുസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി എന്തായാലും ഈ ഒരാഴ്ച അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി നന്ദയും ഗൗതമും അടിച്ചു പിരിയുമോ, അതോ ഇനി അവരുടെ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളും കൂടി ആയിരുന്നു ഇന്ത്യവരം കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ഒരു അന്ത്യം കാണണമെന്നുണ്ടെങ്കിൽ ഗൗതം അവിടെ സത്യം തുറന്നു പറയണം. അഭിരാമി ആരാണെന്നുള്ള സത്യം അവിടെ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഗൗതമിന് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടും സാധിക്കത്തുള്ളൂ. നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു വിള്ളലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങത്തുള്ളൂ. പക്ഷെ ഒരിക്കലും ഗൗതം ആ ഒരു സത്യം തുറന്നു പറയത്തില്ല. അങ്ങനെ ഗൗതം സത്യം തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിരാമി ഈ അന്വേഷിക്കുന്ന അഖിലയാണെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയാം. അങ്ങനെ അഭിരാമി ഈ ഒരു നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ടുണ്ടായിരുന്ന മാവോയിസ്റ്റ് ആണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അഭിരാമിക്ക് ഇപ്പോൾ അഖിലയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും തൂക്കിലേറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും അവിടെ സൂരജിന്റെ കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞ് ഒരു പ്രശ്നവുമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ ഈ ഭൂമിയിലോട്ട് വരണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഗൗതമിനുള്ളൂ. അതുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗതം മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും പിങ്കിക്ക് ഇത് വിട്ടുകൊടുക്കാനായിട്ട്, ഇപ്പൊ നന്ദ കുറച്ച് അടങ്ങി നിന്നാലും പിങ്കി ഇത് വിട്ടുകൊടുക്കത്തില്ല. കാരണം ആദ്യം രാമേശ്വരത്ത് വെച്ച് പിങ്കിയും ഗൗതമും കണ്ടുമുട്ടി, അവർ പ്രണയത്തിലായി. അതിനുശേഷമാണ് നമ്മുടെ നന്ദയും ഗൗതമും കൂടി വീണ്ടും കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവരുടെ ജീവിതം പ്രണയത്തിലല്ല അവസാനിച്ചത്. നന്ദയുടെയും ഗൗതമിന്റെയും ഇടയിൽ പ്രണയം ഇല്ലായിരുന്നുവെങ്കിൽ പോലും അവരുടെ ഇടയിൽ വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ പ്രണയമായി. ഇനി ഒരു അഭിരാമിയും കൂടി ഒരിക്കലും തനിക്ക് ഭീഷണിയായിട്ട് വരരുത് എന്ന് പിങ്കി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിങ്കി ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നന്ദയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ പിങ്കി ഒരിക്കലും നന്ദയെ സ്നേഹിക്കുന്നില്ല. നന്ദയെ തന്റെ സഹോദരിയായിട്ട് പോലും പിങ്കി കണക്കാക്കുന്നില്ല. പിങ്കി അവിടെ എന്ന് പറയുമ്പോൾ നന്ദയെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഗൗതമിന്റെ ഈ ഒരു ചതി പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗൗതമിന് ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് സാധിക്കും എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിങ്കി നന്ദയെ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്നാൽ നന്ദയ്ക്ക് അറിയാമെങ്കിൽ പോലും പിങ്കിയുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം നന്ദയും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ വിധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഗൗതം അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് പോലും നന്ദയെ ഒറ്റപ്പെടുത്തിയതിനു ശേഷമാണ് ഗൗതം പോയത്. എന്നാൽ ഈ ഒരു പ്രശ്നം ഈ ഒരു സംഭവം ഇതിൽ എന്താണ്, അഭിരാമി ആരാണ്, അല്ലെങ്കിൽ അഭിരാമി എന്തിനാണ് ഗൗതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അഭിരാമിയെ കുറിച്ചുള്ള സത്യം എന്തുകൊണ്ട് ഗൗതം തുറന്നു പറയുന്നില്ല എന്നൊക്കെയുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഗൗതമിനെ ഫോളോ ചെയ്യണം. എന്നിട്ട് അഭിരാമിയെ നേരിട്ട് കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നന്ദയെ അത്രത്തോളം സ്നേഹിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുക, നന്ദയെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് ഒരുപാട് സ്നേഹിക്കുക, ഇതെല്ലാം പിങ്കിയുടെ നാടകം മാത്രമാണ് എന്ന് ഇതുവരെയും നന്ദ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഒരിക്കലും നന്ദയോടുള്ള സ്നേഹമല്ല ഇത് സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അഭിരാമിയെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള നാടകമാണെന്നുള്ള ആ ഒരു കാര്യം പോലും നമ്മുടെ നന്ദ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗതമിന്റെ പിന്നാലെ അർജുനും കൂടി പോയിരിക്കുവാണ്. ഇത് അഭിരാമി ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ പോയിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ഗൗതം ഒരിക്കലും ഈ ഒരു സത്യം മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. ഗൗതം എന്തായാലും സത്യം തുറന്നു പറയണമായിരുന്നു. അഭിരാമി തന്റെ സുഹൃത്തിന്റെ ഭാര്യയാണെന്നും തന്റെ സുഹൃത്തായിരുന്നു അഭിരാമിയും സൂരജും. എന്നാൽ അഭിരാമി ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പോലീസ് പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അഭിരാമിയെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം ഗൗതം നന്ദയോടെങ്കിലും തുറന്നു പറയണമായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടം വരെ എത്തത്തില്ലായിരുന്നു. നന്ദ സപ്പോർട്ട് ചെയ്തേനെ ഗൗതമിനെ. പക്ഷെ നന്ദ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ള ആ ഒരു സങ്കടം, ആ ഒരു പേടി ഗൗതമിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഗൗതം സത്യം തുറന്ന് പറയാതിരിക്കുന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ ഗൗതം ചെയ്യുന്നത് ശരിയാണ് എന്ന്? എനിക്ക് ഉറപ്പായിട്ടും ഗൗതം ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഏതൊരു സ്ത്രീയാണെങ്കിലും തന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയോട് കൂടെ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും സംസാരിക്കാനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും ദേഷ്യം വരും. അപ്പൊ പിന്നെ സത്യം കൂടി മറച്ചു വയ്ക്കുമ്പോൾ ആർക്കായാലും അതിന്റെ ദേഷ്യവും സങ്കടവും വരും. അപ്പൊ അതുപോലെ തന്നെയാണ് നന്ദയ്ക്കും തോന്നിയിരിക്കുന്നത്. എന്നാൽ ഗൗതം നന്ദയോടെങ്കിലും സത്യം തുറന്നു പറയണമായിരുന്നു. അത് ഗൗതം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോ ഗൗതം സത്യം പറയണമായിരുന്നു. ഇനിയിപ്പോ അർജുന് അഭിരാമിയെ കണ്ടു കഴിഞ്ഞാൽ തന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു അഭിരാമി എന്നുള്ള സത്യം അർജുന് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? അതോ ഇനി അർജുൻ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കുമോ? അതോ ഇനി പിങ്കിയും ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്, അങ്ങനെ ഗൗതമും നന്ദയും തമ്മിൽ പിരിയുമോ? അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം തകരുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും? ഇനി ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ അതോ ഇവിടെ വെച്ച് അവസാനിക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.